നൈജീരിയയിൽ ആയുധധാരികൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ആക്രമിക്കുകയും നിരവധി വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. നവംബർ 17 പുലർച്ചെ കെബി സംസ്ഥാനത്തെ മാഗ ടൗണിലെ ഗവൺമെന്റ് ഗേൾസ് കോംപ്രഹെൻസീവ് സെക്കൻഡറി സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നത്. വിദ്യാർത്ഥിനികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഹസൻ യാക്കൂബ് മക്കുവിനെ ആക്രമികൾ കൊലപ്പെടുത്തുകയും ഒരു സുരക്ഷാ ജീവനക്കാരനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പുലർച്ചെ 4 മണിയോടെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് തൊട്ടുമുൻപാണ് ആക്രമണം നടന്നത്. തട്ടിക്കൊണ്ടുപോയവർ പെൺകുട്ടികളുമായി അടുത്തുള്ള സംഫാര സംസ്ഥാനത്തേക്ക് പലായനം ചെയ്തു. മുൻപും കെബി സ്റ്റേറ്റിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ ആക്രമണം നടത്തുകയും വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 2021 ജൂൺ 17 യൗറിയിലെ ഗവൺമെന്റ് കോളേജിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏകദേശം 80 പേരെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി. ബന്ദികളാക്കിയവരിൽ ചിലരെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നൈജീരിയൻ സൈന്യം മോചിപ്പിച്ചു. അതേസമയം മറ്റു പലരെയും മോചനദ്രവ്യം നൽകിയതിനു ശേഷമാണ് വിട്ടയച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. തുടർന്ന് കൊള്ളക്കാർ 7 മാസത്തിനു ശേഷം 57 ബന്ദികളെ വിട്ടയച്ചു. കുറച്ചുപേരെ 707 ദിവസത്തിലധികം തടവിൽ വെച്ച ശേഷം 2023 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിട്ടയച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.